തിരുവനന്തപുരം മണ്ണടിക്കോണം സ്വദേശി ജയശ്രീയെ ജാതി അധിക്ഷേപം നടത്തി ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്ന് പരാതി. ഊരുട്ടമ്പലം സരസ്വതി വിദ്യാലയത്തിലെ ബസ് കോർഡിനേറ്റർ അഭിലാഷിനെതിരെയാണ് പരാതി. കഴിഞ്ഞ 2 ദിവസമായി ബസ്സിലെ ആയയായി ജോലി ചെയ്യുകയായിരുന്നു ജയശ്രീ. നവോത്ഥാന നായകൻ അയ്യങ്കാളി സ്കൂളിൽ ചേർത്ത പഞ്ചമിയുടെ 4ാം തലമുറക്കാരിയാണ് ജയശ്രീ. ജാതി അധിക്ഷേപത്തിന് താൻ ഇരയായത് ഞെട്ടിച്ചുവെന്ന് ജയശ്രീ 24നോട് പറഞ്ഞു. ആ പ്രതികരണം കേൾക്കാം. ഈ സാർ പറയാന്ന് വെച്ചാൽ ഡ്രൈവറോടാണ് വിളിച്ച് പറഞ്ഞത്, നിങ്ങളെ പറ്റുന്നില്ല, നിങ്ങൾ സ്മെല്ലാണ്, നിങ്ങൾ അയാൾ എങ്ങനെ എൻ്റെ ജാതി അങ്ങനെ അറിയാമെന്ന് എനിക്കറിയണ്ട. ആ രക്ഷകർത്താവ് SC ആണ്, അവരെ എടുക്കണ്ടെന്ന്. അപ്പോൾ ഈ അഭിലാഷ് സാറും പറഞ്ഞു, നിങ്ങൾ SC ആണ്ട് നമുക്ക് അവർ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ പഞ്ചമി തലമുറയിൽപ്പെട്ട ആളാണ് ഞാൻ, 4ാം തലമുറയിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഇതെല്ലാം ഈ സാറിനറിയാം. ഇപ്പം ഈ സാറിൻ്റെ വിദ്യാലയമാണ് ഈ സരസ്വതി സ്കൂൾ. അപ്പം ഞാൻ പഞ്ചമി തലമുറയിൽപ്പെട്ട ഞാൻ ചിലപ്പോൾ ചെന്നതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കണതാണോ എന്ന് എനിക്കുണ്ടാവും. അത് അവർക്ക് ആദ്യമേ പറയാമായിരുന്നല്ലോ. കാരണം എൻ്റെ ജാതി അവർക്ക് എങ്ങനെ അറിയാം, ഈ രക്ഷകർത്താവിന് എങ്ങനെ അറിയാം? പിന്നെ രക്ഷകർത്താവിൻ്റെ അടുത്തല്ലോ ഞാൻ പറഞ്ഞു, ഞാൻ കുട്ടിയല്ലേ കൊണ്ടുപോകണേ, എന്നെ രക്ഷകർത്താവിന് പറ്റില്ല, ഇങ്ങനെയാണ് അയാൾ പറഞ്ഞത്. എന്നാൽ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ലെന്നും ജയശ്രീ തെറ്റിദ്ധരിച്ചതാകാമെന്നും അഭിലാഷ് 24നോട് പറഞ്ഞു. ഞാൻ അവരോട് സംസാരിക്കേണ്ട ഒരു അവസരം ഉണ്ടായിട്ടില്ല. അവർ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പ്രിൻസിപ്പാളിനെ കണ്ട് ഇന്ന് പോകുന്നില്ല, എന്തോ അവർക്ക് റൂട്ടിൽ എന്തോ അസൗകര്യം ഉണ്ടായെന്നാണ് ടീച്ചറോട് പറഞ്ഞത്. ഇതിൽ എൻ്റെ പേരെന്തിനാണ് വലിച്ചഴിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവും. ഞാനൊരു സ്റ്റാഫല്ലേ, മാനേജ്മെന്റിൽ പിന്നെ അങ്ങനെ നമ്മളാരെയും പറഞ്ഞു വിടാറുമില്ല. ആരെയും നമുക്ക് പിന്നെ ഡെയിലി വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് പോകണ്ടേ, അവരെന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, അല്ലാതെ ഇതിൽ ഒരു സത്യവുമില്ല. ഈ ജാതി അധിക്ഷേപം അങ്ങ് നടത്തിയിട്ടില്ല. ഇല്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, പഞ്ചമി 4 തലമുറ മുമ്പുള്ളതാണ്. ഈ 4 തലമുറ കഴിഞ്ഞിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ സമ്പ്രദായങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇവരെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താണ്? അനുജ, കേരള നവോത്ഥാന ചരിത്രത്തിലെ വലിയൊരേടാണ് മഹാത്മാ അയ്യങ്കാളി ഈ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പഞ്ചമി എന്ന കുട്ടിയെ കൈപിടിച്ച് ഊരുട്ടമ്പലം സ്കൂളിലേക്ക് കൊണ്ടുപോയത് ചരിത്രമാണ്. അതിനുശേഷം ഞങ്ങളുടെ കുട്ടികളെ വിദ്യാലയത്തിൽ കയറ്റാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പാഠം കൊയ്യാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് പറഞ്ഞ് കാർഷിക സമരത്തിലേക്കടക്കം പോയത് കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ പഞ്ചമിയുടെ 4ാം തലമുറയിൽപ്പെട്ട വ്യക്തിക്ക് സമാനമായി ജാതി അധിക്ഷേപം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി പുറത്തു വരുന്നത്. ജയശ്രീ, മണ്ണടിക്കോണം സ്വദേശി ജയശ്രീയാണ് പഞ്ചമിയുടെ 4ാം തലമുറയിൽപ്പെട്ട ഈ പരാതിക്ക് അല്ലെങ്കിൽ പരാതി നൽകിയ വ്യക്തി. ജയശ്രീ നിലവിൽ ഊരുട്ടമ്പലത്തെ സരസ്വതി വിദ്യാലയം സ്കൂളിൽ കഴിഞ്ഞ 3-ാം തീയതി മുതൽ 5-ാം തീയതി വരെ സ്കൂൾ ബസ്സിലെ ആയയായി ജോലി നോക്കിയിരുന്നു. 5-ാം തീയതി അവർ ഉച്ചയ്ക്ക് ശേഷം തൻ്റെ ജോലി കാര്യത്തിനായി അവിടെ എത്തുമ്പോഴാണ് അവരോട് അധികൃതർ പറയുന്നത്, നിങ്ങൾ ഇനി ജോലിക്ക് വരണ്ട, കാരണം നിങ്ങൾക്കെതിരെ ഒരു പരാതിയുണ്ട് എന്ന് പറഞ്ഞു. അതായത് ഈ സ്കൂൾ ബസ്സുകൾ, ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ബസ് കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് അഭിലാഷ് ഇതുമായി ബന്ധപ്പെട്ട പരാതി സ്കൂൾ അധികൃതരോട് പറഞ്ഞു. അതായത് ഏതോ രക്ഷകർത്താവ് പഞ്ചമിയെ ഈ ജയശ്രീയെ സംബന്ധിച്ചൊരു പരാതി പറഞ്ഞു. കാരണം ഇവർ SC വിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് ഇവർ കുട്ടികളുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവർക്ക് ദുർഗന്ധമുണ്ട്, സ്മെല്ലുണ്ട് എന്നതടക്കമുള്ള പരാതികൾ രക്ഷകർത്താക്കൾ പറഞ്ഞു എന്ന മുഖേനയാണ് ഇത് സ്കൂൾ അധികൃതരുടെ മുന്നിലേക്ക് ഈ അഭിലാഷ് എത്തിച്ചതെന്നാണ് ഇവർ പരാതിപ്പെടുന്നത്. അതിനുശേഷം ഇവരോട് ജോലിക്ക് കയറണ്ടെന്ന് പറയുന്നു. ഇവർ പിന്നീട് അഭിലാഷിനോടെത്തി, അതായത് സ്കൂൾ ബസ് ഡ്രൈവറോടെത്തി ഇക്കാര്യം ചോദിക്കുന്നു. സ്കൂൾ ബസ് ഡ്രൈവർ ഇവരോട് പറയുന്നത് അങ്ങനെ ഒരു പരാതി, അതായത് ഒരു രക്ഷകർത്താവും അങ്ങനെ തന്നോട് പരാതി പറഞ്ഞിട്ടില്ല എന്ന് ഡ്രൈവർ പറയുന്നു. ഇവർ വന്ന് ഈ അഭിലാഷ് ആ സ്കൂൾ ബസ്സിൻ്റെ മറ്റൊരു സ്കൂൾ ബസ്സിൻ്റെ അടുത്ത് നിന്ന് അഭിലാഷിനോട് ഇക്കാര്യം ചോദിക്കുന്നു. അഭിലാഷും സമാനമായി തന്നെ, അതായത് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നടപടി എന്നാണ് അഭിലാഷും പറഞ്ഞത്. ഇവർ പറയുന്നത് ആ രക്ഷകർത്താവിൻ്റെ പേരോ അല്ലെങ്കിൽ അവരുടെ നമ്പറോ വേണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. പക്ഷേ അത് നൽകാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഈ ജയശ്രീക്കുള്ള സംശയം, അങ്ങനെ പ്രത്യേകിച്ച് പരാതി ലഭിച്ചിട്ടല്ല തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. താൻ താണജാതിക്കാരി ആയതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു ജാതി അധിക്ഷേപം നടത്തി ആ സ്കൂളിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു ചെയ്തതെന്നാണ് ജയശ്രീ അഭിലാഷിനെതിരെ ഉയർത്തുന്ന ആരോപണം. അതുമായി ബന്ധപ്പെട്ട പരാതിയാണ് നിലവിൽ മാറനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ജയശ്രീ നൽകിയിരിക്കുന്നത്. അത് അവർ സ്കൂൾ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും വിശദീകരിച്ചിട്ടില്ല. പക്ഷേ അഭിലാഷിൻ്റെ വിശദീകരണമുണ്ട്. അഭിലാഷിൻ്റെ പ്രതികരണം 24നോട് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു അധിക്ഷേപം തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് അഭിലാഷ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല താനും ആ സ്കൂളിലെ ജീവനക്കാരനാണ്, സ്റ്റാഫാണ്. തനിക്കിങ്ങനെ ഒരാളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാനുള്ള അധികാരമൊന്നുമില്ല. അത് സ്കൂൾ മാനേജ്മെൻറ്റുമാണ് അതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ടതെന്നാണ് അഭിലാഷ് വിശദീകരിക്കുന്നത്. ജയശ്രീക്ക് ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിച്ചതാകാം എന്നാണ് അഭിലാഷ് വിശദീകരിക്കുന്നത്. പക്ഷേ ജയശ്രീ പോലീസിൽ നൽകിയ പരാതി അങ്ങനെയല്ല. ജയശ്രീ പോലീസിൽ നൽകിയത്
നൽകിയത്. ഏതോ ഒരു രക്ഷകർത്താവിന്റെ പേര് പറഞ്ഞ് അഭിലാഷ് തന്നെ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന പരാതിയാണ് ജയശ്രീ നൽകിയിരിക്കുന്നത്. പോലീസ് കേസ് എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ മാറനല്ലൂർ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് നൽകിയിട്ടുണ്ട്. അനുജ, ഇതാണ് ജയശ്രീ മാറനല്ലൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും സ്കൂൾ അധികൃതരുടെ വിശദീകരണം എന്ത് എന്നുള്ളതാണ് നമ്മൾ അറിയാൻ കാത്തിരിക്കുന്നത്. ജാതി അധിക്ഷേപം നടത്തി സ്കൂളിലെ ആയ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നുള്ളതാണ് ജയശ്രീയുടെ പരാതി. 2 ദിവസമായി ആയിട്ടുള്ളൂ അവർ ജോലിയിൽ പ്രവേശിച്ചിട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.